ഹലോ. അപ്പം ഇന്ന് ബാക്കി സ്റ്റിച്ചസ് ഏതൊക്കെയാണ് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ ക്രോഷറ്റ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് സ്ലിപ്പ് നോട്ട് ഇടുക, 11 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കാണാത്തവർ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. നമ്മൾ ഈ സിംഗിൾ ക്രോഷറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വേണം അടുത്ത ചെയിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ ആ ഫസ്റ്റത്തെ ചെയിൻ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിനിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണത്. അതിനുശേഷം യാൺ ഓവർ ചെയ്യുക. അപ്പം നമ്മുടെ ഹുക്കിനകത്ത് 2 ലൂപ്പ് കാണും. എന്നിട്ട് നമ്മൾ ആ 2 ലൂപ്പിലേക്കും ആ യാൺ വലിച്ചു കയറ്റണം. നമ്മുടെ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഇതുപോലെ ആ 2 ലൂപ്പിൻ്റെ ഉള്ളിലേക്കും വലിച്ചു കയറ്റുക. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ തവണ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും കിട്ടുക. നമ്മളിവിടെ ടോട്ടൽ 11 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബാക്കി വന്ന എല്ലാ സ്റ്റിച്ചസിനകത്തും ഓരോ സിംഗിൾ ക്രോഷറ്റ് വെച്ച് ചെയ്യാം. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് ഈ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന 12 രൂപയുടെ യാണൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മളൊരു ബിഗിനർ ആകുമ്പോൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഇവിടെ സിംഗിൾ ക്രോഷറ്റ് ഇവിടെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമ്മളിവിടെ 11 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് 10 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും ഇവിടെ കിട്ടുക. നമുക്കിത് കൗണ്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ട് ഉണ്ടാകും, സാരമില്ല, പ്രാക്ടീസ് ചെയ്ത് നമുക്കത് റെഡിയാക്കി എടുക്കാന്നേ. അപ്പോൾ ദേ നമ്മളിവിടെ സ്ലിപ്പ് നോട്ട് വരെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് റോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. നമുക്കിവിടെ 10 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും കിട്ടുക. നമ്മളിവിടെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടല്ലേ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ലെയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി എക്സ്ട്രാ ഇടണം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ സിംഗിൾ ക്രോഷ് ഉണ്ടല്ലോ, ആ 2 യാണിൻ്റെ മേലിൽ കൂടെ വേണം നമ്മൾ ആ ഹുക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സെയിം മെത്തേഡ് യാൺ ഓവർ ചെയ്യുക. നമ്മൾ ആ 2 ലൂപ്പിൽ കൂടെ യാൺ വലിച്ചു കയറ്റുക. ഇതുപോലെ നമ്മൾ ആ ഫുൾ വന്ന രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ റോയും കംപ്ലീറ്റ് ആയി കിട്ടും. 1-2 തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ സ്റ്റിച്ചസ് ഒക്കെ ഒന്ന് സെറ്റായി കിട്ടും. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രൊജക്റ്റിനകത്ത് ജസ്റ്റ് ഏതാ സ്റ്റിച്ചസ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെ നമ്മളിവിടെ 2 റോയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 റോയിലും 10 സിംഗിൾ ക്രോഷറ്റ് വെച്ചായിരിക്കും കിട്ടണത്. അപ്പോൾ പിന്നെ കാണാം.